ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് റൂമിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പം നമ്മളിന്ന് നേരെ പോകുന്നത് വത്തിക്കാൻ സിറ്റിയിലേക്കാണ്. അപ്പം നമ്മൾ ഷട്ടിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഷട്ടിൽ ബസ് 5 മിനിറ്റിനുള്ളിൽ വരും. അപ്പോൾ നമുക്ക് ആ ഒരു ബസ്സിൽ കയറി വേണം നമുക്ക് പോകാൻ. നമ്മളിപ്പോൾ ഏകദേശം ഉള്ള എയർപോർട്ടിനടുത്താണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ യാത്രയുണ്ട് വത്തിക്കാൻ സിറ്റിയിലേക്ക്, അല്ലേ? അപ്പം അതെ, അപ്പം നമ്മൾ വത്തിക്കാൻ സിറ്റിയിലേക്ക് ഇന്ന് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് തിരിച്ച് ഫ്രാൻസിലേക്ക് പോവുകയാണ്. നമ്മൾ ലഗേജൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തു. അപ്പം നേരെ ലഗേജുമായിട്ടാണ് നമ്മൾ പോകുന്നത്, നേരെ വത്തിക്കാൻ സിറ്റി. അങ്ങനെ നമ്മൾ ലോകത്തുള്ള ഏറ്റവും ചെറിയ കൺട്രിയുടെ ലോകത്തുള്ള ഏറ്റവും വലിയ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഈ നിൽക്കുന്നത്. അതെ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? നമ്മൾ ചെറുപ്പം മുതലേ കേട്ട ഒരു പള്ളിയാണ് റോമിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. അതായത് പോപ്പിൻ്റെ പള്ളിയാണ്. അതായത് പോപ്പാണ് ഈ രാജ്യം ഭരിക്കുന്നത്, ഈ വത്തിക്കാൻ സിറ്റി ഭരിക്കുന്നത് പോപ്പാണ്. അപ്പം അതെ, അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. നല്ല തിരക്കുണ്ട്. ഈ പള്ളി എന്ന് പറയുന്നത് ഇതിപ്പോൾ ന്യൂ ബസിലിക്കയാണ്. ഇവിടെ ഓൾഡ് ബസിലിക്ക ഉണ്ടായിരുന്നു. ആ ബസിലിക്ക എന്ന് പറയുന്നത് 4 AD അത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അത് 4 AD ഇസ്റ്റാബ്ലിഷ് ചെയ്തത് ഓൾഡ് ബസിലിക്ക. അത് കഴിഞ്ഞ് അത് ഡിസ്ട്രോയ് ചെയ്തു എന്നൊന്നും അറിയത്തില്ല. പിന്നെ പുതിയതായിട്ട് പണിയുമായിരുന്നു. അത് 1506 ഇത് പുതിയ ബസിലിക്ക തുടങ്ങിയത്. പിന്നെ അത് 130 വർഷം എടുത്തു ഇത് കംപ്ലീറ്റ് ആവാൻ എന്നാണ് പറയുന്നത്. അതുമല്ല, ഇത് സെന്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന് അറിയപ്പെടുന്നത് പീറ്ററിന്റെ പത്രോസിന്റെ ശവകുടീരം ഇവിടെയാണ് അടക്കപ്പെട്ടിരിക്കുന്നത്. അതെ, ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് അകത്ത് കയറണമെങ്കിൽ ക്യൂ ഉണ്ട്, വലിയ ക്യൂ ആണ്. വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല ക്യൂ നമുക്ക് ഫോളോ ചെയ്തു. ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ദൂരമുണ്ട് ഇവിടുന്ന്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് ഗേറ്റിലാന്നേ ഉള്ളൂ. ഇനി അകത്തോട്ട് കയറണം, നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കയറാൻ വേണ്ടി ക്യൂവിൽ വന്ന് നിന്നു. അപ്പം ക്യൂ കാണിച്ചു തരാം. ഏകദേശം 2 മണിക്കൂറോളം നിൽക്കണം, എന്നാലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യൂ തുടങ്ങുന്നത് ഇവിടുന്ന്, അല്ലേ? ക്യൂ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ, പക്ഷേ ഇച്ചിരി ഞങ്ങളെ കുറച്ച് അതാ നീ ഇപ്പം നിൽക്കുന്നത് ഇവിടെ. ഓക്കെ, ഞങ്ങൾക്ക് പോകേണ്ടത് അവിടെ. നമുക്ക് പോകേണ്ടത് ഈ പള്ളിയിലേക്കാണ്. അപ്പം ഇവിടുന്ന് ക്യൂ കാണിച്ചു തരാം. ഇങ്ങനെ പോയി കറങ്ങി ഉള്ളിൽ കയറും. എല്ലാ ബുധനാഴ്ചകളിലും പോപ്പ് ഈ വഴിയായിരിക്കും കടന്നു പോവുക. ഇവിടെ 2 വശത്തും ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ചെയേഴ്സിലായിരിക്കും ആൾക്കാർ ഉണ്ടാവുക. പോപ്പ് വണ്ടിയിൽ ഈ വഴി നേരെ ഉള്ളിലേക്ക് കടന്നു പോകും. ആ ഒരു ടൈമിൽ ആൾക്കാർക്ക് കൈ കൊടുക്കുകയും ആൾക്കാരെ കാണുകയും ചെയ്യുന്നതാണ് ഈ ബുധനാഴ്ച ദിവസങ്ങൾ. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് ക്യൂ കയറി. സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടിലെ സെയിം പ്രോസസ്സ് പോലെയുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബസിലിക്കയിലോട്ട് കയറുവാണ്, അല്ലേ? ബസിലിക്കയിലോട്ട് കയറാൻ പോവാണെന്ന് പറയുമായിരുന്നു. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഉള്ളില്. ഈ ഒരു മാതാവിൻ്റെയും
ഈശോയുടെ സ്റ്റാച്ചു ചെയ്തത് മൈക്കലാഞ്ചലോ ആണ്. അതും 1499 മൈക്കലാഞ്ചലോയ്ക്ക് 23 വയസ്സ് പ്രായമുള്ളപ്പോൾ ചെയ്തൊരു സ്റ്റാച്ചു ആണിത്. എനിക്ക് കുറച്ച് കഥ അറിയാം. ഇത് ശരിക്കും പത്രോസിന്റെ പള്ളിയാണ് അല്ലേ? അതെ, ഈശോയുടെ ശിഷ്യന്മാരിൽ നിന്ന് ഒരാളെന്ന് പറയുന്നത് സെന്റ് പീറ്റർ മീൻസ് ഫൗണ്ട് ചെയ്തതാണ്. ഈ കാത്തലിക്കും ഈ ചർച്ചിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സെന്റ് പീറ്റർ, കാത്തലിക് ആദ്യത്തെ പോപ്പ് അല്ലേ? ഇവിടുത്തെ ആദ്യത്തെ പോപ്പും സെന്റ് പീറ്റർ ആണ്. പുള്ളിയായിരുന്നു ഫൗണ്ടർ. കാത്തലിക് ചർച്ചിന്റെ ഫൗണ്ടറും പുള്ളി തന്നെ ആയിരുന്നു. അതുമല്ല, സെന്റ് പത്രോസിന്റെ ടോംബാണ് നമ്മുടെ ഈ പള്ളിയിലകത്ത് മറ്റേ അൾത്താരയുടെ താഴെ ആയിട്ട് സെന്റ് പത്രോസിന്റെ ടോംബും ഉണ്ട്. പിന്നെ കുറേ ഇവിടെ തന്നെ ഉള്ള കുറേ പോപ്പുമാരുടെ നമുക്ക് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ കാണാനേ പറ്റത്തുള്ളൂ. ഒറിജിനൽ അല്ല, റെപ്രസെൻറ്റേഷൻ ആയിട്ട് കുറേ നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാം. പിന്നെ മൊസൈക്ക് കൊണ്ട് കുറേ പേരുടെ ബോഡി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മൊസൈക്ക് ഒക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ട് കുറേ പോപ്പുമാരുടെ. പിന്നെ നമ്മുടെ ഈ ഇവിടെ വാതിക്കലായിട്ട് കീയുടെ ഇത് വെച്ചിട്ട് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫോട്ടോ. അത് നമ്മുടെ സെന്റ് പീറ്റർ നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്, സ്വർഗത്തിന്റെ താക്കോൽ നമ്മുടെ എൻട്രൻസിന്റെ കാവൽക്കാരന്, അതായത് സെന്റ് പീറ്റേഴ്സിന്റെ കയ്യിലാണ് സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയപ്പെടുകയും ചെയ്യുന്നത്. ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കൊന്തയും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നാണ്. നല്ല തിരക്കുണ്ട് ഇതിനകത്തും, നല്ല വിലയുണ്ട്. ഒരു കൊന്തക്കൊക്കെ 20 യൂറോ, 28 യൂറോ. 28 യൂറോ എന്ന് പറയുമ്പോൾ എത്ര വിലയും? 1000, ഏകദേശം 2000 രൂപ. എന്തൊരു വില! അങ്ങനെ നമ്മൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിൽ വന്നു. നമ്മൾ നേരെ തിരിച്ച് ഫ്രാൻസിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ ഈ ചെറിയൊരു വത്തിക്കാൻ സിറ്റി വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജൂഹി കൂടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.